സ്നേഹിഭവൻ 1999 സ്റ്റാർട്ട് ചെയ്തൊരു ആദിവാസി അൺമാരീഡ് മദേഴ്സിൻ്റെ അവരുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമാണ്. അന്ന് മുതൽ അൺമാരീഡ് മദേഴ്സിൻ്റെ ഒരു 10 കുട്ടികളെയെങ്കിലും പഠിപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യങ്ങളെല്ലാം അവർക്ക് പൊതുസമൂഹത്തിൽ കിട്ടേണ്ടുന്ന എല്ലാ അവകാശങ്ങളും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പഠന സംവിധാനം അവർക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. 25 വർഷമായി ഇപ്പം സ്നേഹിഭവൻ തുടങ്ങിയിട്ട്. 25 വർഷത്തിൽ 150 കുട്ടികളോട് അവിടെ നിന്ന് പഠിച്ചു പോയവർ, ജോലിയായവർ, ഇടയ്ക്ക് അമ്മമാരൊന്ന് സെറ്റിലായപ്പോൾ തിരിച്ചു കൊണ്ടുപോയ കുട്ടികളുണ്ട്. നമ്മൾ 4 പേര് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു. സ്നേഹിഭവൻ എന്നുള്ളത് കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, അതൊരു ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ട് മാത്രമല്ല സ്നേഹിഭവൻ. പല പ്രവർത്തനങ്ങൾ ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. സ്നേഹിഭവൻ തുടങ്ങിയ കാലം മുതൽ വെള്ളം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കിട്ടാക്കനി എന്ന് പറയുന്ന പോലെയാണ്. മഴ വരുമെന്ന് പറഞ്ഞ് വേഴാമ്പൽ നോക്കിയിരിക്കുന്ന പോലെ പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ പഞ്ചായത്ത് കൊണ്ടുവരുന്ന വെള്ളത്തെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ദൂരെ നിന്ന് 2 കിലോമീറ്റർ താഴെ നിന്ന് ഞങ്ങളും കുട്ടികളും വെള്ളം ചുമന്നത്, അതായത് വെയിലാറുന്നൊരു സമയത്ത് വൈകുന്നേരങ്ങളിൽ വെള്ളം ചുമന്നിട്ടെത്തിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാവരും അങ്ങനെ വെള്ളം ഉള്ളൊരു സ്ഥലത്ത് പോയി ചുമന്നുകൊണ്ട് വന്ന് ഉള്ളൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല. അത് മറികടക്കാൻ വേണ്ടി പലരോടായിട്ട് പല സന്ദർഭങ്ങളിലും പലരോടായിട്ട് ചോദിച്ച് ചെറിയ ചെറിയ തുകകൾ ശേഖരിച്ചിട്ട് 2 കുഴൽക്കിണർ അടിച്ചു. പക്ഷെ വെള്ളം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വന്ന് ആ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഉപേക്ഷിച്ചു. പിന്നെയും വർഷങ്ങളോളം വെള്ളത്തിന് ബുദ്ധിമുട്ടി. ഇവിടെ നിന്നൊരു 600 മീറ്റർ ദൂരെ റോട്ടിൽ കൂടെ തന്നെ പോയി രാത്രിയും പകലും അതൊരു ഊഴം അനുസരിച്ചാണ്. അപ്പോൾ 1 മണിക്കൂർ എൻ്റെ വീട്ടിലോട്ട് വെള്ളം കിട്ടുക, 1 മണിക്കൂർ അടുത്ത വീട്ടിലോട്ട് വെള്ളം. അപ്പോൾ ഒരു ചെറിയൊരു ഓലിന്ന് വരുന്ന വെള്ളമാണ് ഈ നാട്ടിൽ 10-60 വീട്ടുകാരെടുക്കുന്നത്. അപ്പം നമുക്കൊരു സമയമുണ്ട്. നമ്മുടെ ആ സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അന്ന് വെള്ളം കിട്ടില്ല. ആ ഒരു സമയം കഴിഞ്ഞാണ് വീണ്ടും ഞങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു 800 മീറ്റർ ഇതൊരു കുത്തനെ വലിയ മലയാണ്. അപ്പം അതിൻ്റെ സൈഡിൽ ചേർന്ന് 2 സെൻറ്റ് സ്ഥലം മേടിച്ചു. അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഓസിടാനുള്ള ഒരു 4 അടി വീതിക്ക് ആ വഴി മേടിച്ചു. ആ കുളം കുത്തി ഞങ്ങളൊരു 9 അടിക്ക് അടുത്താക്കിയപ്പോഴേക്കും വലിയ വലിയ പാറകളായി. പിന്നെ നമ്മൾ ശേഖരിച്ച പൈസ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയാതെയായി. ഞങ്ങളത് വീണ്ടും കൊണ്ടിട്ടു. ഇനിയിപ്പോൾ ഞങ്ങളതിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഇനി ആരോടാ ചോദിക്കുന്നത്, ഞങ്ങൾക്കൊരു വഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജോസഫ് മേലുകാരൻ അതെല്ലാം പരിചയപ്പെടുത്തുക. അത് ഞങ്ങൾ സംസാരിക്കുന്നത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ചെയ്തത്. കേരള അസോസിയേഷനുമായിട്ട് സംസാരിക്കാൻ നമ്മൾ പറയുക, അവരോട് സംസാരിച്ചപ്പോൾ അവിടെയുള്ള ഒരാളെ വിളിക്കുകയും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കൊരു ആളുകളുടെ പണി കൂടാതെ ഈ കല്ല് പൊട്ടിച്ച് മാറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. തൊട്ടടുത്ത് ചേർന്നൊരു വീടുണ്ട്. അപ്പോൾ വലിയ ശബ്ദത്തിലൊന്നും പൊട്ടിക്കാൻ പറ്റില്ല, മരുന്ന് ഒഴിച്ച് മാറ്റണം, ഇങ്ങനെയൊക്കെ പല ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ആ പണിയുടെ സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിയുണ്ട്. ഒരു 600 മീറ്ററോളം നമ്മൾ കുത്തനെ ഓസിട്ട് ഒരു വീടിൻ്റെ മുകളിൽ മോട്ടർ വെള്ളം അടിച്ച് കയറ്റിയിട്ട് അവിടെ നിന്ന് ആണ് സ്നേഹിഭവനിലോട്ടും അടുത്ത ചുറ്റുവട്ടത്തുള്ള വീടുകളിലോട്ടൊക്കെ കൊടുക്കുന്നത്. പ്രതിസന്ധി സമയത്ത് ഞങ്ങളൊരു സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കുകയും പണിയാൻ സഹായിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞതാണ് കേരള അസോസിയേഷൻ ചെയ്ത ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു ഞങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു കരുണയായിരുന്നു. അവരിലൂടെ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ മതി. നനഞ്ഞൊന്നുമില്ല. കർത്താവേ, എത്ര കാലമായിട്ടുള്ള കാത്തിരിപ്പ. കേരള അസോസിയേഷനോടുള്ള എല്ലാം നന്ദിയും. വെറും നന്ദി മാത്രമല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയും